അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖനത്തിന് പിന്നാലെ കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ. വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് മോദി എന്ന തരൂരിന്റെ സ്തുതി. കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും ശശി തരൂർ. ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ സർവകലാശാലയിലായിരുന്നു തരൂരിന്റെ മോദി പ്രകീർത്തനം. വിവരങ്ങൾ അബ്ദുൾ റഷീദ് നൽകും. റിപ്പോർട്ട് കാണാം. കോൺഗ്രസിന്റെ നേതൃത്വവുമായി ഉരസി നിൽക്കുന്ന ശശി തരൂർ MP വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തെ ഒന്നടങ്കം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പ്രധാനമായും നരേന്ദ്രമോദിയുടെ പ്രകീർത്തനത്തിലും അതോടൊപ്പം കോൺഗ്രസിനെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഇത്തവണ ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടും ഇന്ദിരാഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻ നേതാക്കൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ വിവാദമായതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മോദി സ്തുതിയുമായി വീണ്ടും ശശി തരൂർ രംഗത്തെത്തുന്നത്. പ്രധാനമായും വ്യക്തിപ്രഭാവമുള്ള ഒരു നേതാവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രീകൃത ഭരണത്തിൽ രാജ്യം മുന്നോട്ട് പോവുകയും രാജ്യത്തിന് വലിയ വളർച്ചയുണ്ടായി എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ലണ്ടനിലെ ജിൻഡൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ മോദി പ്രകീർത്തനവുമായി ശശി തരൂർ വീണ്ടും രംഗത്തെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിവിധ നിലപാടുകളിലൊക്കെ തന്നെയും AICC-യുമായും അതോടൊപ്പം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വമായൊക്കെ തന്നെയും ഭിന്നിപ്പ് തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഇത്തരത്തിലൊരു മോദി സ്തുതിയുമായി ശശി തരൂർ രംഗത്തെത്തുന്നത്. ഇത് AICC ജനറൽ സെക്രട്ടറിമാരിലും അതോടൊപ്പം മറ്റു നേതാക്കൾക്കിടയിലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ശശി തരൂരിൻ്റെ പ്രതികരണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ വിവാദങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിലേക്ക് നീങ്ങണ്ട എന്നുള്ളതാണ് നിലവിൽ ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിനകത്തെയും അതോടൊപ്പം ദേശീയ തലത്തിലുള്ള മറ്റു നേതാക്കൾക്ക് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതിസന്ധിയിലാകുമ്പോൾ പോലും ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ആവുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായി നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് പുറത്തു പോവുകയോ അല്ലെങ്കിൽ BJP-യിലേക്ക് ചേരുകയോ ചെയ്യും എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തങ്ങൾ പുറത്താക്കിക്കൊണ്ട് BJP-യിലേക്ക് ചേക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് AICC ജനറൽ സെക്രട്ടറിമാരടക്കം ഇപ്പോൾ ശശി തരൂരിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം. എന്തായാലും നിരവധിയായിട്ടുള്ള നിലപാടുകൾ പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം പിന്നീട് നടന്നിട്ടുള്ള വിദേശ യാത്രകളിലും മോദി സ്തുതികളിലൊക്കെ തന്നെയും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മോദി സ്തുതിയുമായി പ്രതിസന്ധിയിൽ, അതായത് AICC ജനറൽ സെക്രട്ടറിമാരെയും സംസ്ഥാനത്തിനകത്തെ കോൺഗ്രസ് നേതൃത്വത്തെ ഒക്കെ തന്നെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ശശി തരൂർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വർഷം